എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രിയ ഷൈൻ. എഴുത്തുകാരിയും സംവിധായികയും അഭിനേത്രിയും സാമൂഹിക പ്രവർത്തകയുമാണ്. ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഇന്ന് വന്നിരിക്കുന്നത് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ്. 69 വർക്കുകൾ, കലാസൃഷ്ടികൾ രചനയും സംവിധാനവും ചെയ്ത് ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ 70ാമത്തെ വർക്ക് ഞാൻ ഒരു ദൈവിക പ്രണയ ഗാനമാണ്. പൂണൂലിൽ പൂത്ത നീർമാതളപ്പൂവ്, പരബ്രഹ്മത്തിൽ ലയിക്കുന്ന അർദ്ധനാരീശ്വര സങ്കല്പം, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള മാനസികമായ ലയനം, പ്രണയം, സ്നേഹം, ഭക്തി ഇതെല്ലാം കലർന്ന ഒരു ഗാനം ഞാൻ നിങ്ങൾക്കായി റിലീസ് ചെയ്യുകയാണ്. അത് റിലീസ് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ വരികൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചെറിയ 2 വരി പ്രോത്സാഹനം, ചെറിയ 2 വരികളിൽ നിങ്ങളുടെ പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു വാക്കിലൊരു പ്രോത്സാഹനം എനിക്ക് തരണം. അത് വളരെ ആത്മാംശമുള്ള, ആത്മസ്പർശമുള്ള, പ്രകൃതിയോടുള്ള പ്രണയം അതാവാം ഒരുപക്ഷെ എന്നെ ഈ വരികൾ എഴുതാൻ പ്രേരിപ്പിച്ചത്. കാലപ്പഴക്കത്താൽ തെളിനീരിലൊഴുക്കുമാ പൂണൂലെനിക്കു നീ തരുമോ? ഹൃദയത്തിൻ സ്നേഹജലത്തിലൊഴുക്കി ഞാനെൻ ആത്മാവിൻ തീരത്തു സൂക്ഷിക്കാം, ഞാനെൻ ആത്മാവിൻ തീരത്തു സൂക്ഷിക്കാം. കാലപ്പഴക്കത്താൽ തെളിനീരിലൊഴുക്കുമാ പൂണൂലെനിക്കു നീ തരുമോ? ഹൃദയത്തിൻ തെളിനീരിലൊഴുക്കി ഞാനെൻ ആത്മാവിൻ തീരത്തു സൂക്ഷിക്കാം, ഞാനെൻ ആത്മാവിൻ തീരത്തു സൂക്ഷിക്കാം. പ്രസിദ്ധ ഒരു ഗായികയാണ് എൻ്റെ ഈ വരികളുടെ ഡെപ്ത് കണ്ടിട്ട് പാടാൻ തയ്യാറായി വന്നിരിക്കുന്നത്. പ്രശസ്ത സംഗീത സംവിധായകനായ സൈഗാൾ മാഷാണ് ഈ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ ഇത് ആ പ്രശസ്ത ഗായിക പാടുമ്പോൾ ഇതൊരു വേറൊരു തലത്തിൽ ഇരിക്കും. ഞാൻ എൻ്റെ ഒരു ഇതിൽ അങ്ങ് പാടിയതാണ്. അപ്പോൾ എന്താ പറയുക, ഒരു വല്ലാത്ത ഒരു ഊർജം, ഒരു പ്രത്യേക എഴുതാനുള്ള ഒരു പ്രേരണ, ഒരു ഉൾവിളി, ഇതെല്ലാം എന്നെ വീണ്ടും വീണ്ടും എഴുത്തിലേക്ക്, എഴുത്തിൻ്റെ ക്ഷീരസാഗരത്തിലേക്ക് നയിക്കുമ്പോൾ 70ാമത്തെ വർക്ക് എന്ന് പറയുന്നതിനോടൊപ്പം 10 വർക്കുകളും കൂടി 2 മാസത്തിനുള്ളിൽ ഞാൻ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. 1 രൂപ മൂലധനമോ നിശ്ചിത നിർമ്മാതാവോ ഒന്നുമില്ല എങ്കിലും മനസ്സാവുന്ന ആ ഒരു വലിയ ധനം, ആത്മവിശ്വാസം, ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു ആത്മബലം, പുറകിൽ നിൽക്കാനോ മുന്നിൽ നിൽക്കാനോ ഇടതോ വലതോ നിൽക്കാനോ ആരുമില്ല. ഒരു വർക്കിൻ്റെ A to Z കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു സംവിധായിക ഇത്രയും നാൾ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ ലേഡി സന്തോഷ് പണ്ഡിറ്റ് എന്നും ബാലചന്ദ്ര മേനോനെന്നും ഒക്കെ വിളിച്ച് കളിയാക്കിയവരുണ്ട്. അവരോടൊക്കെ ഞാൻ നന്ദി പറയട്ടെ. വീണ്ടും വീണ്ടും കുതിക്കുകയാണ് കലയുടെ ലോകത്തേക്ക്, താവഴികളിലേക്ക്. സിനിമയാണ് കലയുടെ അവസാന വാക്കെന്ന് എനിക്ക് ഒരു ചിന്തയില്ല. കാരണം വഹിനി എന്ന സിനിമ കഥ എഴുതി നായികയായി റിലീസ് തിയേറ്ററുകളിൽ ചെയ്ത് ആത്മനിർവൃതി അടഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ എൻ്റെ 2ാമത്തെ സിനിമ, കാലങ്ങളായി ഞാൻ ഇതിനു വേണ്ടി നടക്കാൻ തുടങ്ങിയിട്ട്, ഒരു സ്ത്രീയുടെ മനസ്സിലൂടെ പ്രേക്ഷകരെ
ഒരു തീർത്ഥയാത്ര പോവുകയാണ്. 1000 വർഷം തപസ്സിരുന്നാലും ഒരു സ്ത്രീയുടെ മനസ്സ് പഠിക്കാൻ ആർക്കും കഴിയില്ല എന്നതാണ് എൻ്റെ സിനിമയുടെ രണ്ടാമത്തെ സിനിമയുടെ ഇതിവൃത്തം. അതിൻ്റെ രചനയും സംവിധാനവും ഞാൻ തന്നെയാണ് നിർവഹിക്കുന്നത്. ഏവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവണം, ആയുസ്സും ആരോഗ്യവും എനിക്ക് ഉണ്ടാവണമേ എന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും അതോടൊപ്പം അനുഗ്രഹവും വേണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.